നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ ആയത്തുള്ള അലി ഖമനേയി അനുഭാവികൾ ആഘോഷത്തിലാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാനിലെ ചില മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുന്നത്. അതായത് നെതന്യാഹുവിനെ എവിടെയും കാണാനില്ല. ടെല്ലവീവിലും ഈ പറയുന്ന സൈനിക ആസ്ഥാനത്തുമൊന്നും നെതന്യാഹു പ്രത്യക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ചില വാർത്തകൾ ഇറാനിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഈ വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു ഇറാനിൽ വലിയ ആഘോഷം. ഖമനേയിയുടെ തലയെടുത്തവനെ ഞങ്ങൾ തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇരച്ചിറങ്ങിയിരിക്കുകയാണ് ആഘോഷ കമ്മിറ്റിക്കാർ. എന്നാൽ ഇപ്പോൾ ഇറാനിലെ ചില വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു, എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു ആശങ്ക മറ്റു പല കോണിലുമുണ്ട്. അതിൻ്റെ കാരണം ബെഞ്ചമിൻ നെതന്യാഹു ഒരു ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നാണ് ചിലർ സംശയിക്കത്തക്ക രീതിയിൽ നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു ആശങ്ക പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ കൈ ശ്രദ്ധിച്ചവർ ഇപ്പോൾ ചിലതൊക്കെ വിളിച്ചു പറയുകയാണ്. അതായത് ഇത് നെതന്യാഹു അല്ല എന്നാണ് അവർ പറയുന്നത്, ഇത് AI നെതന്യാഹു ആണെന്ന്. സത്യത്തിൽ എന്താണ് ഇസ്രയേലിൽ സംഭവിക്കുന്നത്? നമുക്കത് വിശദമായിട്ടൊന്ന് നോക്കാം. ബെഞ്ചമിൻ നെതന്യാഹു എവിടെ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ നിറയുന്നത് ഇതിനെപ്പറ്റിയുള്ള വാർത്തകളാണ്. അതിന് കാരണമായതോ മാർച്ച് 13 പുറത്തിറങ്ങിയ ഒരു വീഡിയോയാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വീഡിയോയിൽ നെതന്യാഹുവിന് 6 വിരലുകളുണ്ട്. അദ്ദേഹം ഒരു കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതിലാണ് 6 വിരലുകൾ ഉള്ളതായിട്ട് ആ വീഡിയോയിൽ കാണുന്നത്. വിരലിൻ്റെ എണ്ണം കൂടിയതോടെ പുറത്തു വന്നത് AI വീഡിയോ ആണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. ഇതിന് ശേഷമാണ് നെതന്യാഹുവിന് എന്തോ സംഭവിച്ചു, നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിൽ ഇറാനിലെ ചില മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു 10-15 മിനിറ്റാണ് ആ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുമുണ്ട്. അതിൽ പിന്നാലെയാണ് കയ്യിലെ വിരലുകളെ പറ്റി ചർച്ച ആരംഭിച്ചത്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെന്തിനാണ് 6 വിരലുള്ള AI നെതന്യാഹുവിനെ സൃഷ്ടിച്ചതെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. വീഡിയോയ്ക്ക് പിന്നാലെ നെതന്യാഹുവിൻ്റെ കൈ ശ്രദ്ധിക്കൂ, നെതന്യാഹു ജീവനോടെ ഇല്ലേ, നെതന്യാഹു എവിടെ തുടങ്ങിയ കമന്റുകളും നിറഞ്ഞു. എന്നാൽ നെതന്യാഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ശത്രുക്കളുടെ തലയെടുക്കുന്നത് അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ ഒരു യുദ്ധം കൊണ്ടാണെന്നും ഇപ്പോൾ പലരും പറയുകയാണ്. ഇറാനിൽ പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിമാനം രാജ്യം വിട്ടതായിട്ടുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് നെതന്യാഹു ഒളിവിലേക്ക് പോയെന്നും ഇപ്പോൾ സംസാരിക്കുന്നത് AI നെതന്യാഹു ആണ് എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നത്. ടൈംസ് ഓഫ് ഇസ്രയേൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിമാനം രാജ്യം വിട്ടതായി റിപ്പോർട്ട് ചെയ്തത്. വിങ്സ് ഓഫ് സയൺ എന്നാണ് വിമാനത്തിൻ്റെ ഔദ്യോഗിക പേര്. ഇറാന്റെ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് വിമാനം രാജ്യം വിട്ടതെന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. ഇസ്രയേലിലെ ബേഷിബയിലുള്ള നെവാറ്റീം സൈനിക താവളത്തിൽ നിന്ന് ഇന്ത്യൻ സമയം 3 മണിക്കാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. ഗ്രീക്ക് ദ്വീപായ ക്രെറ്റയുടെ തലസ്ഥാനമായ ഹെരാക്ലിയയിലേക്കാണ് വിമാനം പറന്നതത്രേ. പിന്നീട് വിമാനം ബേഷിബയിലേക്ക് തിരിച്ചെത്തി. പറക്കലിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികൃതർ ഔദ്യോഗികമായി തന്നെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. പതിവ് പരിശീലന പറക്കലായിരുന്നു എന്നാണ് അനൗദ്യോഗിക വിശദീകരണം. എന്നാൽ അതല്ല, നെതന്യാഹു സുരക്ഷിത ഇടത്തിലേക്ക് മാറിയതാണ് എന്ന് പലരും പറയുന്നു. ഇതിനിടെ ഇറാനുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രധാന സൈനിക താവളങ്ങളിൽ നിന്ന് US സൈനികരെ പിൻവലിക്കുന്നതായിട്ട് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. തങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള അയൽ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ കട്ടായം പറഞ്ഞിട്ടുണ്ട്. AFPയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഖത്തറിലെ അലുദൈദ് സൈനിക താവളങ്ങളിലുള്ള ചില ഉദ്യോഗസ്ഥരോട് അവിടം വിട്ടുപോകാൻ ഇപ്പോൾ US നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് താവളം വിടാനാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലാണുള്ളത്. ഇറാനിലെ പ്രതിഷേധക്കാരോട് പ്രതിഷേധം തുടരാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇറാന്റെ ആക്രമണ മുന്നറിയിപ്പ് വന്നത്. ഇറാനിയൻ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സുരക്ഷാ സൈനികരടക്കം 2000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇറാൻ സുരക്ഷാ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു.
2003 പേർ കൊല്ലപ്പെട്ടതായിട്ട് US ആസ്ഥാനമായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ന്യൂസ് ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണക്കുകളിലൊക്കെ പൊരുത്തക്കേടാണ്. എന്തായാലും ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത് അതിക്രൂരമായ കാഴ്ചകളാണ്. സ്വന്തം സൈന്യത്തെയും കൊന്നൊടുക്കുന്നു, പ്രതിഷേധവുമായി രംഗത്തേക്കിറങ്ങുന്ന ജനങ്ങളെയും കൊന്നൊടുക്കുകയാണ്. ഇറാന്റെ തെരുവുകളിൽ IRGC സൈനികരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. അതായത് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന സൈനികരെയാണ് തേടിപ്പിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടെ നെതന്യാഹുവിനെ കാണാനില്ല, നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് വലിയ ആഘോഷം നടത്തിയ ഇറാനികൾക്ക് തിരിച്ചടിയായിട്ട് നെതന്യാഹു ചില പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെതിരെ പരോക്ഷ ഭീഷണിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. ഭീകര സംഘടനകൾക്ക് ഇൻഷുറൻസ് പോളിസികൾ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ പരോക്ഷ ഭീഷണി. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം നടത്തിയതിനു ശേഷം ആദ്യമായി പത്രസമ്മേളനം നടത്തവെയായിരുന്നു നെതന്യാഹുവിന്റെ ഈ പരാമർശം. 2 ആഴ്ചയായി തുടരുന്ന ആക്രമണത്തിൽ ഇറാൻ ഇനി ഒരിക്കലും പഴയതുപോലെ ആവാത്ത വിധം മാറിപ്പോയെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനും ബസിജ് അർദ്ധസൈനിക വിഭാഗത്തിനും കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മാർച്ച് 2 മുതൽ തങ്ങളുടെ പരമോന്നത നേതാവിനെ കൊല ചെയ്തതിന് ഇറാൻ തിരിച്ചടി നൽകുകയാണ്. ലബനനിലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന് നെതന്യാഹു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ഹിസ്ബുള്ള നേതാവ് നയീം ഖാസിമിനെതിരായി ഇസ്രയേൽ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് നെതന്യാഹു കൃത്യമായ മറുപടി നൽകിയില്ല. എന്തോ ഒന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഭീകര സംഘടനകളുടെ നേതാക്കൾക്ക് ഞാൻ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും തങ്ങൾ എന്താണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. ആക്രമണങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള ഉയർത്തിയിരുന്ന ഭീഷണി ഇപ്പോൾ ഇല്ലെന്ന് നെതന്യാഹു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ട്രംപുമായുള്ള സംഭാഷണം വളരെ സ്വാതന്ത്ര്യവും തുറന്നതുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരെയുള്ള ആക്രമണം ചെലവേറിയതാണെന്നും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇസ്രയേൽ യുദ്ധകാല ബജറ്റ് അവതരിപ്പിക്കുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു. അതായത് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഇറാനെ മുച്ചൂടും തീർക്കാനാണ്, അത് കഴിഞ്ഞിട്ടേ തിരിച്ചു കയറൂ എന്നുള്ള ഒരു നയമാണ് ഇസ്രയേൽ പുറത്തെടുത്തിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇറാൻ അവിടെ ആഘോഷം നടത്തുന്നത്, ഇസ്രയേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മൊജ്തബ ഖമനേയി എവിടെയാണ്, മൊജ്തബ തീർന്നുവെന്ന് ഇസ്രയേലും അമേരിക്കയും പറയുന്നു. മൊജ്തബ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോയ്ക്ക് മുൻപിലെങ്കിലും പ്രത്യക്ഷപ്പെടൂ എന്നാണ് വെല്ലുവിളി ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും നടത്തുന്നത്. തൊട്ടിപ്പുറത്ത് ഇറാൻ പറയുന്നതാകട്ടെ എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് വരട്ടെ എന്നാണ്. 6 വിരലുള്ള ബെഞ്ചമിൻ നെതന്യാഹു അല്ല, യഥാർത്ഥ നെതന്യാഹു വരട്ടെ എന്ന് ഇറാനും വെല്ലുവിളിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.